ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് പോസിറ്റീവ് എനർജി ഒക്കെ എങ്ങനെ കൊണ്ടുവരാം, പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ പീസ്, ഹാപ്പിനെസ്, ഗുഡ് വൈബ്സ് ഇതൊക്കെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എന്താ പറയുക, സിമ്പിൾ ആൻഡ് പവർഫുൾ ടിപ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീട്ടിലെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവണം, മൈൻഡ് കാം ആവണം, പിന്നെ ഹാപ്പി ഫാമിലി ആയിരിക്കണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഫസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, രാവിലെയോ ഈവനിങ്ങും നമ്മുടെ വിൻഡോ അതുപോലെ നമ്മുടെ ബാൽക്കണി ഒക്കെ ഉണ്ടാവില്ലേ, അതൊരു 5-10 മിനിറ്റ് ഒന്ന് കുറച്ചൊന്ന് തുറന്നിടാം കേട്ടോ. ഈ ലൈറ്റ് എന്നിട്ടുണ്ടല്ലോ, ആ ഇളം വെയിലില്ലേ, ആ ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ രാവിലെയും വൈകിട്ടും വന്നിട്ട് വിളക്ക് വെക്കില്ലേ, വിളക്കൊക്കെ വെക്കുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമ്പർ 3, നമ്മുടെ ഉപയോഗമില്ലാത്ത വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കുക. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മളത് ഉപയോഗിക്കില്ല, എന്നാലും അതെടുത്ത് വെച്ച് അങ്ങനെ വെക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക, അപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും നമ്മുടെ വീടിന് മൊത്തം. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഈ മണി പ്ലാന്റ്, ലക്കി ബാമ്പു അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ഉണ്ടാവും. നമുക്ക് ആ ഒരു പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അത് വീടിൻ്റെ അകത്ത് തന്നെ ആകുമ്പോൾ നല്ല രസമുള്ളൊരു കാര്യമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ. ഞാനിതുപോലെ, എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഇതുപോലെ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ഫ്രണ്ട് ഉണ്ട്, ആ ഇത്തയുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പിന്നെ നമ്മുടെ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഉണ്ടല്ലോ ഈ വീട്ടിൽ തന്നെയുള്ള ഈ നെഗറ്റീവ് ടോക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമുക്ക് ഇഷ്ടപ്പെടാത്തവരെ പറ്റിയിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അങ്ങനെ വന്നാൽ തന്നെ നമുക്കതൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ നമ്മുടെ വീടിന്. ആറാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിറർ ക്ലാരിറ്റി ഈക്വൽ ടു മൈൻഡ് ക്ലാരിറ്റി എന്നാണ് കേട്ടോ. അപ്പം മിററൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കിയിടാം. ഏഴാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ടൈം. നമ്മൾ വീക്കിലി വൺസ് എങ്കിലും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കുക. ഇപ്പം സൺഡേ ആണെങ്കിലോ ഫ്രൈഡേ ആണെങ്കിലൊക്കെ ഒരു ദിവസം ഉണ്ടാവില്ല എന്തായാലും ഓഫായിട്ട്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും ഒരു മൂവി നൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് വാക്ക്, അതൊക്കെ നമ്മുടെ ഒരു ബോണ്ടിങ് കൂട്ടാനുള്ളൊരു ഇതാണ് കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടല്ലോ ഇപ്പോൾ വന്നിട്ട് നമ്മൾ എല്ലാ ഫ്രൈഡേയും പുറത്ത് പോകാൻ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ വന്നിട്ട് ഞങ്ങൾ പണ്ട് നമ്മൾ ഇച്ചിരി ടൈറ്റൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് എവിടേക്കും പോകാൻ പറ്റാത്തൊക്കെ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ ഇവിടെ വാക്കിംഗ് പാർക്ക് ഉണ്ട്, ഞങ്ങൾ അവിടേക്കാണ് കേട്ടോ പോയായിരുന്നു. അവിടെ പോവും, കുറേ നേരം അവിടെ ഇരിക്കും, കുറേ ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വൈബാണ് കേട്ടോ അത്. ഒരു ദിവസം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളത്. പിന്നെ എട്ടാമത്തെ വന്നിട്ട് നൈറ്റ് റൊട്ടീൻ, അതായത് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യുക. അതുപോലെ ബെഡൊക്കെ നല്ലപോലെ അറേഞ്ച് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ, കിച്ചൺ ഇപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്തിട്ടായിരിക്കില്ലൊക്കെ എടുക്കുക. നമുക്ക് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും കേട്ടോ. അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കുമല്ലോ. ഒരുവിധം എല്ലാവരും കിച്ചണൊക്കെ രാത്രി തന്നെ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണല്ലോ എടുക്കാൻ പോകുക. എല്ലാവർക്കും അറിയാമല്ലോ, രാവിലെ എണീക്കുമ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും അത് കാണുമ്പോൾ തന്നെ. ഒൻപതാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ പീസ്ഫുൾ ആക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ലാസ്റ്റ് വന്നിട്ടാണ് കേട്ടോ മെയിനായിട്ടുള്ളൊരു കാര്യം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിച്ചിട്ട് മാറ്റി നിർത്താതെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് കേട്ടോ ഏറ്റവും നല്ലൊരു കാര്യം. ഞാനൊക്കെ ഉണ്ടല്ലോ ആദ്യം ഫുൾ നെഗറ്റീവായിരുന്നു. കാരണം എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കിനും ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും എന്നുള്ളൊരു തോട്ട്സൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് മാറ്റി വെച്ച് വന്നപ്പോഴത്തേക്കിനും ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലും കൂടുതലുണ്ട്. ഞാനിങ്ങനെ വീഡിയോ അത്ര ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ഇടാൻ നോക്കാം. പിന്നെ ഉണ്ടല്ലോ, ഇന്നൊരു തേഴ്സ്ഡേ ആയിരുന്നു, എൻ്റെ ക്ലീനിങ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പം എന്താ പറയുക, രാവിലെ ഒന്നും ചെയ്തില്ലായിരുന്നു. ഞാൻ തേഴ്സ്ഡേ ദിവസങ്ങളിൽ ഞാൻ വൈകിട്ടാണ് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്യലൊക്കെ. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. കാരണം പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു വൈബാണത്. ഫ്രൈഡേ അല്ലേ, അപ്പോൾ ഓഫാണ്. അപ്പം ആ ഒരു വൈബ് കിട്ടണമെന്ന്
ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തേഴ്സ്ഡേ വൈകിട്ട് ക്ലീൻ ചെയ്താലാട്ടോ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ രാവിലെ ടൈമൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ അത്യാവശ്യം കുറച്ചധികം തുണികൾ മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ. തുണികൾ റെയിനുവിൻ്റെ കുറേ ഡ്രസ്സുകൾ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. മടക്കി വെച്ചതാകെ അലങ്കോലമായിട്ട് കിടക്കുന്നതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതടക്കം കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് പിന്നെ വിളക്ക് വെക്കണ നേരമായപ്പം കുറച്ച് നേരം നാമമൊക്കെ ജപിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കിനും ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരുന്നു കേട്ടോ. ഭയങ്കര റിലാക്സേഷനായിരുന്നു. റെയിനു കുറേ നേരം ഉറങ്ങായിരുന്നു കേട്ടോ. അതാണ് റെയിനുവിനെ ഇന്ന് വീഡിയോയിൽ കാണാത്തത്. റെയിനു അവസാനമായപ്പോഴാണ് എണീറ്റ് വന്നത്. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ സഹായിക്കാനൊക്കെ നിന്നു. പിന്നെ ഉണ്ടല്ലോ, അവൻ ഉറങ്ങണ സമയത്താണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യണത്. അപ്പോൾ എനിക്ക് അവൻ എണീക്കണേക്കാൾ മുന്നേ എൻ്റെ അടിക്കലും തുടക്കലും ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ തീർക്കണമായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ തിരക്കിട്ടിട്ടാണ് കേട്ടോ ചെയ്തത്. അതുപോലെ ബാത്റൂം കഴുകൽ, അലക്കൽ, കുറേ പണികളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ എണീക്കണേക്കാൾ മുന്നേ എനിക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലാണ് അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവനും ഇങ്ങനെ ഫോണും പിടിച്ചിട്ട് ഇരിക്കും, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി എന്തെങ്കിലും പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ ഓരോ ദിവസം ചെയ്യാൻ പറ്റുന്ന മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്ത ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എന്താ പറയുക, വീഡിയോ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ്സ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുടെ തിരക്കിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.